ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമുക്ക് ഇന്നൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം. ഇത് വേറെ എവിടെയല്ല, വെട്ടിക്കവലെ അമ്പലമാണ്. റിതൂട്ടൻ കുഞ്ഞുവാവ ആയിരുന്നപ്പോഴേ ഒരു നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു. അത് ചെയ്യാനായിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടെ പോയത്. ഞങ്ങൾ ചെന്നപ്പോ അങ്ങനെ മഴയോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ അമ്പലത്തിൽ കൊടുക്കാനുള്ള സാധനങ്ങളെല്ലാം വാങ്ങി. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും മഴയൊക്കെ ചാറാൻ തുടങ്ങിയിരുന്നു. എന്നാലും ഉറച്ചു പെയ്യില്ലെന്ന് കരുതി. പിന്നെ ഇവിടെ ഒരു അമ്പലക്കുളം ഉണ്ട്, അതിൽ നിറച്ച് മീനുകളും. ഞങ്ങൾ കുറച്ച് മലരൊക്കെ വാങ്ങിയിട്ടാണ് മീനുകളെ കാണാൻ പോയത്. മഴ പെയ്ത് കിടക്കുന്നത് കൊണ്ട് നന്നായിട്ട് തെന്നുന്നുണ്ടായിരുന്നു. റിതൂട്ടനും മീനുകളെ കാണാൻ വല്ലാത്ത എക്സൈറ്റ്മെന്റ് ആയിരുന്നു. വീഡിയോയിൽ നന്നായിട്ട് കാണുമെന്നറിയില്ല, ഇഷ്ടംപോലെ മീനുണ്ടായിരുന്നു. മലരിട്ട് കൊടുത്തപ്പോഴേക്കും എല്ലാം കൂടെ എത്തി. റിതൂട്ടനും അത് കാണാൻ വലിയ ഇഷ്ടമായി. കൂടാതെ അവനും മീനുകൾക്ക് കുറച്ച് മലരൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഞാനും ഒട്ടും കുറച്ചില്ല, ഞാനും കൊടുത്തു. ഇവിടെ മീനുകളെ ഊട്ടിയ തലവേദനയൊക്കെ ഉള്ളവർക്ക് മാറുമെന്നാണ് പറയുന്നത്. പിന്നീട് ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോയി. ഞാൻ കുഞ്ഞിലെ വന്നിട്ടുണ്ടെന്ന് അമ്മ പറയുന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്കങ്ങനെ ഓർമ്മയൊന്നും ഇല്ല. അല്ലെങ്കിലും കുഞ്ഞിലെ നടക്കുന്ന കാര്യമൊന്നും നമുക്ക് അധികം ഓർമ്മ കാണില്ലല്ലോ. പിന്നെ റിതൂട്ടന് കുറച്ച് കുറുമ്പ് ഇപ്പൊ കൂടുതലാ. എല്ലാം അവന് സ്വന്തമായിട്ട് ചെയ്യണമെന്നാണിപ്പോ. മഴയോ എന്തോ ആവട്ടെ, ഞങ്ങൾ തനതായ രീതിയിൽ മുണ്ടും ഷർട്ടും ഒക്കെയാണ്. പിന്നെ വിഷ്ണു ക്ഷേത്രം ആയതുകൊണ്ട് തന്നെ ഷർട്ടോ ബനിയനോ ഒന്നും അലൗഡ് അല്ല. റിതൂട്ടൻ വലിയ വഴക്കാക്കേണ്ടതായിരുന്നു. പിന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെ പോയി. പിന്നെ അവിടെ എല്ലാം ഞങ്ങൾ തൊഴുതു. പതിവ് പോലെ സ്വാമിയെ തൊഴുത് പൂവൊക്കെ ചെവിയിൽ വെച്ച് കുറിയൊക്കെ തൊട്ടു. അതിപ്പോ ഏത് അമ്പലത്തിൽ പോയാലും ഞങ്ങൾക്ക് നിർബന്ധമാണ്. ഒന്ന് ചിരിക്കാൻ പറഞ്ഞ ഒരു ഫേക്ക് സ്മൈല് തന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് സ്വന്തമായിട്ട് പ്രസാദമൊക്കെ തൊട്ടു. ഇപ്പൊ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ. പിന്നെ ഞങ്ങൾ മെയിൻ ആയിട്ടും വാതുക്കഞ്ഞാലി കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നിടമാണ്. അവിടേക്ക് വേണ്ട കരിവളയൊക്കെ ഞങ്ങൾ വാങ്ങി. നന്നായിട്ട് മഴ തുടങ്ങിയിരുന്നു. മഴയത്ത് അമ്പല പരിസരമൊക്കെ കാണാൻ വല്ലാത്ത ഭംഗിയായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് റിതൂട്ടനും അമ്മാമ്മ എന്ത് ചെയ്യാ? എന്താണോ എന്തോ. രാമായണ മാസം ആയതുകൊണ്ട് തന്നെ പാരായണം നടക്കുന്നുണ്ട്. കുറച്ചു നേരം അതൊക്കെ ശ്രദ്ധിച്ചു നിന്നു. അത് കഴിഞ്ഞ് കുറച്ചു നേരം മാമനും മോനും കൂടെ ഫോട്ടോഷൂട്ടൊക്കെ ആയിരുന്നു. ഒരു റീലൊക്കെ എടുത്തു, പിന്നെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. ചെക്കൻ ബാക്കി എല്ലാവരുടെ അടുത്തും വാശി കാണിച്ചാലോ അവന്റെ അടുത്ത് ഒരു കുഴപ്പമില്ല. വലിയ കാര്യം ഇഷ്ടമൊക്കെയാണ്. സ്നേഹിക്കാൻ തുടങ്ങിയാൽ പിന്നെ അങ്ങ് സ്നേഹമാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. ടാറ്റാ.